ഹലോ ഗായ്സ്. അപ്പോൾ കുറേ ദിവസമായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മുംബൈ പോവാണ്. നമ്മൾക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട്. അമ്മൂന് അവിടെ ഞാൻ 2 ആഴ്ച വർക്ക്. ഞാൻ നാളെ തന്നെ തിരിച്ചു വരും കേട്ടോ. നമ്മളൊരു ഫോൺ എടുക്കാൻ പോവാണ്, iPhone 17 Pro Max. അപ്പോൾ അതിൻ്റെ വ്ളോഗാണത്. അപ്പോൾ ഫോൺ എടുക്കുന്ന വിശേഷങ്ങളും കൂടുതലിതിൽ. ഓൾസോ ഈ പിക്കപ്പ് വന്നത് മുംബൈയിൽ അവൈലബിലിറ്റി കിട്ടിയുള്ളൂ, കാരണം ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ സ്പോട്ട് ബുക്കിംഗ് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ, ആ വഴി ഞാൻ ചെയ്തതാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് മുതൽ എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ അമ്മു ഈ ആഴ്ച അങ്ങോട്ട് പോകുന്നു പറഞ്ഞപ്പോൾ അമ്മൂൻ്റെ ഒപ്പം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വൈകിയ കാണാം. ഇവിടുന്ന് നമ്മൾ ബസ്സിലാണ് മുംബൈക്ക് പോകുന്നത്. ഇന്നവിടെ സ്റ്റേ ആണ്. എന്നിട്ട് നാളെയാണ് ഞാൻ തിരിച്ചു പോയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറുന്ന നമ്മുടെ അടുത്ത് തന്നെ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ നടന്നിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. സോ ഇറങ്ങാനല്ലേ എന്നാ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബസ് ഇവിടെ വരുന്ന പറഞ്ഞത്, ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്ത്. ഇനി ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. നമ്മുടെ ബസ്സിന് എന്തോ ഒരു പ്രശ്നം, കടകടയാണ് സൗണ്ട് ആയിട്ട് അവർ ബസ് മാറ്റി. നമ്മുടെ ബസ് ഇതേ ഫ്രണ്ടിൽ നിൽക്കണം. എന്താ പ്രശ്നം അറിയില്ല, ഒരു ടപ്പ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. കടകടയോ ടയറൊന്നും കുഴപ്പമില്ല, പക്ഷേ കംപ്ലൈൻറ്റ് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ വേറെ ബസ് അറേഞ്ച് ചെയ്തു. അരമണിക്കൂർ ലേറ്റായി. ഇപ്പോൾ അരമണിക്കൂർ ലേറ്റായി നോക്കിയതാ. അപ്പോൾ അതേ നമ്മൾ യാത്ര തുടങ്ങി. കുറച്ച് നേരമായി, 1 മണിക്കൂർ ലേറ്റായിട്ടാണ് പോകുന്നത്. ഇവിടെ നല്ല മഴ കേട്ടോ. നമ്മളിപ്പോൾ മുംബൈ പോകുന്ന എക്സ്പ്രസ് ഹൈവേയിലാണ് പോകുന്നത്. ഇവിടെ നല്ല സൈഡിലൊക്കെ നല്ല സീനിക് ബ്യൂട്ടിയാണ്. ഇത് നല്ല രസമുള്ളൊരു വഴിയാണ്. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ പോകുന്ന വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. നമുക്ക് ഇനിയും 3 മണിക്കൂറിൻ്റെ അടുത്ത് വേണം അവിടെ മുംബൈയിലെത്താൻ വേണ്ടിയിട്ട്. 1 അവർ ഡിലേ. 5 മണിയാകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ NHൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബൈക്കൊന്നും ഇതിൽ അലൗഡ് അല്ല കേട്ടോ. പിന്നെ പൂനെ ടു മുംബൈ കണക്ട് ചെയ്യുന്നൊരു എക്സ്പ്രസ് ഹൈവേ ഇത് 120 ഒക്കെയാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. നല്ല അറ്റ്മോസ്റ്റ് സീനിക്ക് വഴിയാണ്. 2 സൈഡിലും മലകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വഴിയാണ്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി കഴിക്കാൻ വേണ്ടി, ലോണാവാല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഒരു പനീർ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്ത്. സോ നമുക്ക് കഴിക്കാം. ഗൈസ്, ലോണാവാലയാണ്. ലോണാവാല മഴ പെയ്ത് ആകെ കോടമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ BKCൻ്റെ അവിടെ ഇറങ്ങി. അമ്മ അങ്ങോട്ട് ഹോട്ടലിലും കൊണ്ടുപോയി. നമുക്ക് ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ മട്ടം കറങ്ങി ഞാൻ ജിയോ വൺ ഡ്രൈവ് വേൾഡിൻ്റെ അവിടെ എത്തി. തിരക്കാണ് റോട്ട് കൂടെ നടക്കുന്നത്. ഇതാണ് നമ്മൾ പോണ സാധനം. അവിടെ ഒരു ലോഗോ ഉണ്ടോ അങ്ങ് ദൂരെ. നമ്മളിതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച ഡയറക്റ്റ് വന്നിട്ട് സാധനം വാങ്ങണമെന്ന്. നമ്മുടെ സമയം ആവുന്നേ ഉള്ളൂ. നോക്കി നോക്കട്ടെ ഉള്ളിൽ പോയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഉള്ളിൽ കയറിയേ. ഞാൻ ഇവിടെ സെക്യൂരിറ്റീനോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ആൾ എങ്ങനെ വ്ളോഗ് ചെയ്യുക അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതേ നമ്മളിപ്പോൾ അവിടെ നോ എൻട്രി അപ്പോൾ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തി. ഇവിടെ ഷൂട്ടിങ് കുറച്ച് സീന് പറഞ്ഞു. ഇവിടെ ആയിരുന്നു കെയോസ് ഉണ്ടായിരുന്നത്. നമ്മുടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലേ, അടി ഉണ്ടാക്കണ്ടായിരുന്നു ആൾക്കാർ. എന്തായാലും ഉള്ളിൽ കയറി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് മുംബൈത്തെ ഷോറൂം. നമ്മളുടെ ഫോണ് ഇവിടെ ആയിട്ടുണ്ടാവണം, ഞാൻ ചോദിച്ചിട്ടില്ല. നമുക്ക് ഫോണൊക്കെ നോക്കിയിട്ട് പിന്നെ പോയി എടുക്കാം. അവിടെ പ്രസൻറ്റേഷൻ കണ്ടു. നമ്മൾ പൂനെയിൽ കണ്ടതിനെക്കാട്ടും അടിപൊളി കേട്ടോ. അവിടെ ഓരോന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന കളർ. നല്ല തിരക്കുണ്ട്. മുകളിലാണ് ജീനിയസ് ബാർ പറഞ്ഞിട്ട് അവിടെ. പിന്നെ അവിടെ എന്തൊരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആപ്പിൾ സ്റ്റോറിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. സ്ക്രീനിലൊരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കും. സോ ഞാൻ ഇതിൻ്റെ പരിപാടിയൊക്കെ പോയി നോക്കട്ടെ.
സോ ഗൈസ് ഇതാണ് ആക്സസറീസ്. എത്ര ആക്സസറീസ് അറിയോ? എല്ലാം ഇതാ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. വാച്ചിൻ്റെ സ്ട്രാപ്പുകളൊക്കെ ഇത് കാണുന്നത്. പിന്നെ അടിയിൽ അതിൻ്റെ ചാർജറുണ്ട്. മോഡൽ പുറത്ത് വെച്ചിട്ടുണ്ട്. ബോക്സും അവിടെ ഉണ്ട്. നമുക്ക് എടുത്തുകൊണ്ട് പോയി ബില്ല് ചെയ്യാം. ഇവിടെ ബില്ലിങ് കൗണ്ടർ പോലെയല്ല, ഇവിടെ എയർപോർട്ട്സിൻ്റെ ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കാൻ പറ്റും. ഇത് അറേഞ്ച് ചെയ്ത് നൈസായിട്ടല്ലേ. ഇപ്പോൾ ഇതാണ് ഗൈസ് ആ വില പിടിപ്പുള്ള എന്നുവെച്ചാൽ ഫുൾ ബ്രാൻഡഡ് സ്റ്റോറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ മോളിൽ. മോസ്റ്റ് എക്സ്പെൻസീവ് എന്താ പറയുക സൂപ്പർ മാർക്കറ്റൊക്കെ ഇവിടെ ഉള്ള കാണിച്ചു തരാം. ആ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു സെറ്റപ്പാണ്. കൊള്ളാം അല്ലേ? നൈക്കിൻ്റെ ഷോറൂം ഉണ്ടോ? ഓ മാൻ, ഇവിടെ വലിയ വലിയ ബ്രാൻഡ് അല്ലാതെ ഒന്നും കാണാനില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളൊരു PVR ഉണ്ട് കേട്ടോ, മാൻഷൻ PVR എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടോ. പിന്നെ അതാ ക്രോക്സ്, സൂപ്പർ ഡ്രൈ, ടോമി, അണ്ടർ ആമർ എല്ലാം സൂപ്പർ മാർക്കറ്റ്. ജിയോ വേൾഡ് ഡ്രൈവിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് സൂപ്പർ മാർക്കറ്റ് എന്ന പേരുള്ള സാധനം. ഫ്രഷ് പിക്ക് ഒക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ആണോ വേൾഡ് ഡ്രൈവ്, വൺ ഡ്രൈവ് എന്ന് എഴുതിയിരിക്കുന്നത്. ജിയോ വേൾഡ് ഡ്രൈവ്, വൺ ഡ്രൈവ് അല്ല വേൾഡ് ഡ്രൈവ്. ഗൈസ് ദേ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടോ ടെസ്ല ഗൈസ്. വാവ്, ചുമ്മാ ഒന്ന് ഉള്ളിൽ കയറി കറങ്ങിയിട്ട് പോവാം. ഇവിടെ വരുന്ന വണ്ടികളെ കണ്ടില്ലേ, വേറെ ലെവലിൽ സാധനങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഇത് ശരിക്കും ഒരു ബിസിനസ് പാർക്കാണ്. അതിൻ്റെ സൈഡിലാണ് ഇതൊക്കെ ഉള്ളത്. നമുക്കൊന്ന് ടെസ്ലയിൽ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകാം. അപ്പോൾ ഗൈസ് ഞാൻ എന്തേ ഉള്ളിൽ കയറി പോകുന്നു കേട്ടോ. ഉള്ളിൽ അവർ വീഡിയോഗ്രാഫി സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ചുമ്മാ കയറി വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് വൈബ്. വണ്ടീൻ്റെ ഉള്ളിലൊന്നുമില്ല, കാലിയായിരുന്നു. കൊള്ളാം. ആ സെൻറ്ററിലിരിക്കുന്ന ടോപ്പ് മോഡൽ. ഇത് അപ്പുറത്തുള്ള ബേസ്. ടോപ്പ് പറഞ്ഞാൽ 72 കിലോ വാട്ടും, മറ്റത് 63 ലക്ഷം വെച്ച് തുടങ്ങും. 71 ലക്ഷം ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ അതാണ് ടെസ്ലേൻ്റെ വിശേഷം. കൊള്ളാം, വൈബ് വണ്ടി. ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഒരു വട്ടത്തിലാണ് ഹോട്ടൽ. നടുവിലൊരു സെൻട്രൽ സർക്കിൾ പോലെ നടുമുറ്റം. നമ്മുടെ 504335 കുറേ ഇറക്കല്ല ഗൈസ്. പക്ഷെ നമുക്ക് കിട്ടിയത് ഈ സൈഡത്തെ സിറ്റി വ്യൂ. ഈ ഭാഗത്ത് സിറ്റി വ്യൂ ആണ്, ഈ സൈഡിലാണ് ആ സെൻട്രൽ ലോബി വ്യൂ. അത് അടിപൊളിയാണ്. ഫുൾ സെറ്റ്. കഴിഞ്ഞു പോയി 43. നമ്മൾ ഇതിനുള്ളിൽ എത്തിയിരിക്കണു ഓൾറെഡി. നമ്മുടെ റൂം നമ്പർ. അടിച്ചാൽ മതി, അമ്മൂനെ കിട്ടും. ഇതാണ് നമ്മുടെ റൂം. അമ്മ ഇവിടേക്ക് എന്തൊക്കെ ഇതെന്താ ഇങ്ങനെയൊക്കെ? റൂമിൻ്റെ സീലിംഗ് ആണോ ഇത്? അത്രേ ഉള്ളൂ ഗൈസ് റൂം. വേറൊരു ഷേപ്പുള്ള റൂം, ഒരു ട്രയാങ്കിൾ. ഗൈസ് പിന്നെ സാധനം കിട്ടി. യെസ്, ഗോട്ട് ഇറ്റ്. ഫോണ് കിട്ടി. ഇതിന് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ വരും, ഇപ്പോൾ വരും. അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ, അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇതേ റൂമിലെത്തി. നമുക്ക് സാധനം കിട്ടിയില്ല. 17 Pro Max സിൽവർ കളറാണ് എടുത്തത്. ബാക്കി കളറിനൊക്കെ വേറെ സ്ക്രാച്ചിൻ്റെ പ്രശ്നം വന്നപ്പോൾ പിന്നെ എനിക്ക് ഒന്നാമത് ഇപ്രാവശ്യം സിൽവർ എടുക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ബ്ലാക്ക് ഇറങ്ങിയില്ല. അപ്പോൾ സിൽവർ എടുക്കാമെന്ന് വെച്ച് സിൽവർ എടുത്തു. പിന്നെ ഫോൺ കിട്ടുന്നതിന് മുമ്പ് ഞാൻ കേസും സ്ക്രീൻ കാർഡൊക്കെ വാങ്ങി സെറ്റാക്കിയായിരുന്നു. പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഉള്ള കവർ മുംബൈ BKC എന്ന് വാങ്ങിയതാണ്. അപ്പോൾ സീൽ പൊട്ടിക്കാൻ പോകുന്നു. ലൈറ്റിങ് അടിപൊളിയല്ലേ? ഇവിടെ ലൈറ്റ് കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ തോന്നുന്നു, പക്ഷേ അത്യാവശ്യം ക്ലിയർ ഉണ്ട്. അപ്പോൾ അൺബോക്സിങ്.
ബോക്സിൻ്റെ മുകളിൽ കാര്യമായിട്ടൊന്നുമില്ല. ഫോണ് ഒരു 3D സിൽവറുള്ള സാധനമൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മുടെ മറ്റേ ഫോൺ നമ്മൾ കൊടുത്തു കേട്ടോ. ഫേസ്ബുക്ക് വഴി ഒരാളെ കിട്ടി, നല്ല ഡീൽ കിട്ടി. അപ്പോൾ ഞാനത് കൊടുത്തു. കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചൻ്റെ മുകളിലായി. ഇപ്പോൾ ഇത്ര ദിവസം ഫോണിലേ നടക്കുമായിരുന്നു. ഇത്ര ദിവസം യൂസ് ചെയ്യേണ്ട ഫോൺ ഇതാ എന്തായിരുന്നു, സാംസങ് A55. സ്റ്റിക്കർ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, കൊള്ളാം. ഫസ്റ്റ് ലുക്കാ. ശരിക്കും ഇതിലുണ്ടാക്കി ഇതേപോലെ ഉണ്ട്. കുറച്ച് തിളക്കമുണ്ട്. ഫോൺ തുറക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഫോണിൻ്റെ അകത്ത് ഒന്നുമില്ല. അതെ, ഒരു കേബിളുണ്ട്, പിന്നെ സിം ഇജക്ടർ ടൂളുണ്ട്. പേപ്പറും ഇല്ല അല്ലേ, പേപ്പർ പോലും ഇല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഫോണിൻ്റെ കൂടെ ആകെ കിട്ടുന്ന സാധനം ഇന്ത്യയിൽ കേട്ടോ. USBസിനൊക്കെ സിം കാർഡ് അവൈലബിൾ അല്ല, അവർക്ക് ഈ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഈ സിം ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ സ്ലിപ്പ് ഉണ്ട്. പിന്നെ ഞാൻ കണ്ടത് അതിൻ്റെ ബാറ്ററിക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സിം ഇല്ലാത്ത മോഡലിൽ കുറച്ച് ബാറ്ററീൻ്റെ സൈസ് വലുതാണ്, 5000 വരെ. ഇതിൽ അതുണ്ടായതുകൊണ്ട് കുറച്ച് എന്തോ കുറവുണ്ട്, ലൈക്ക് 150 mAh എന്ത് വ്യത്യാസം, കറക്റ്റായിട്ട് അറിയില്ല. ഏറെക്കുറെ ഒരു കേട്ടറിവാണത്. കേട്ടറിവല്ല, കണ്ടറിവ്, യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ ESRൻ്റെ ഒരു സ്ക്രീൻ കാർഡാണ് മേടിച്ചത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഓഫറിൽ വന്നാൽ 1000 രൂപ എന്തോ ആണ് തോന്നുന്നത്. അതിൽ 3 എണ്ണം ഉണ്ട്, 3 പ്രാവശ്യം നമുക്ക് മാറ്റിയിടാം. അപ്പോൾ അതും കൂടി അൺബോക്സ് ചെയ്തേക്കാം. ഇതേ ഫോൺ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യും, പിന്നെ അത് വലിക്കും. അതാണ് പരിപാടി. അപ്പോൾ സെറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അതാ നമുക്ക് കറണ്ട് കളിക്കുകയാണ് അവിടെ. ഏയ് ഇപ്പോൾ ഗൈസ് വൃത്തിയാക്കി നമ്മൾ സ്ക്രീൻ കാർഡ് വയ്ക്കാൻ പോവാം. ഇതിൽ കറക്റ്റ് ലൈനായിട്ടിരിക്കട്ടെ. കണ്ടോ, കറക്റ്റ് അതിൽ ലൈനായിട്ടിരുന്നു. നമ്മളിതിങ്ങോട്ട് അടയ്ക്കുക, ഇത് അമർത്തിയിട്ട് വലിക്കുകയാണ് പരിപാടി. വലിച്ചു നോക്കട്ടെ. കിട്ടി. സൈഡിൽ കുറച്ച് എയർ ബബിൾസ് പോയി. ശരി, സൂപ്പറായിട്ട് ഒട്ടിയിട്ടുണ്ട് ഗായ്സ്. നമുക്കിതൊന്ന് ഓണാക്കാം. അതിൻ്റെ മുന്നേ കേസും കൂടി കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പരിപാടി നടത്താം. ഫസ്റ്റ് കേസ് എന്തെങ്കിലും ക്ലിയർ കേസ് ആവുമല്ലോ. ഇതാണ് നമ്മളെടുത്ത കേസ്. ഞാനെടുക്ക്. സൈഡിലൊരു ബ്ലാക്ക് ഉണ്ട്, ഇവിടെ അങ്ങനെ ഇപ്പോൾ രാത്രി ഞങ്ങൾ PC ഓർഡർ ചെയ്ത് വെജിറ്റബിൾ പിസ്സ. അപ്പോൾ ഇതാണ് ഗൈസ് റൂമിൽ നിന്നുള്ള വ്യൂ. കണ്ടോ, മഴ വീണ് നല്ലോണം പുറത്ത്. ഇതിലൊരു സെറ്റപ്പ് ഉണ്ടേ, ഇതുണ്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് റിമോട്ടും കൊണ്ട് മാറ്റാൻ പറ്റും, പൊക്കാൻ പറ്റും. കണ്ടോ പൊങ്ങി പോകുന്നേ. ഈ ലൈറ്റ് വെച്ചിട്ട് എന്തോ പരിപാടിയാണ്, പക്ഷെ മനസ്സിലാവണില്ല കറക്റ്റായിട്ട്. ഇതിലും കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ, ലൈക്ക് ഒരു സ്റ്റേഡിയം പോലെ വട്ടത്തിൽ. ഇതാണ് സെൻട്രൽ പോയിൻ്റ് കേട്ടോ. കണ്ടോ, ഞാനിതാ ഇതിനെ അങ്ങോട്ട് പോയത്, തിരിച്ച് ഇതിനെ വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഹോട്ടലിൻ്റെ അവസ്ഥ. ഈ ഇങ്ങനത്തെ റൂമിനൊക്കെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണേ. ഈ ബാൽക്കണി ഉള്ളത് പുതിയ ഫോണിലെടുത്ത് ക്ലാരിറ്റി എങ്ങനെ ഉണ്ട് അറിയില്ല. ഇത് സൂമിങ് ഒക്കെ അടിപൊളിയായിട്ടില്ലേ. താഴെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ. ഇത് എസ്കലേറ്ററാണ്. ഇപ്പോൾ എസ്കലേറ്റർ ഇല്ലാത്തപ്പോൾ ഉള്ള വ്യൂ ആണ്. താഴോട്ട് പോയേക്കുക. എന്തല്ലേ, സെൻറ്റർ കൊള്ളാം, നൈസായിട്ടുണ്ട്. അതാ അവിടെയാണ് ബഫേ ഒക്കെ. ഡിന്നറും ഉണ്ട് തോന്നുന്നു. അത് കിച്ചണാണ്, കിച്ചൺ എന്നുണ്ടായിക്കോളൂ. ഒന്ന് നോക്കിയോക്കാം. സൂമി കറക്റ്റായിട്ടോ ഗൈസ്, മനസ്സിലാവുന്നുണ്ട്.
ഓൾമോസ്റ്റ് സർക്കിൾ കണ്ടില്ലേ. നമ്മുടെ റൂം കുറേ അവിടെ ആയിട്ടുണ്ട്, ഈ സൈഡിൽ, നമ്മുടെ ആ സൈഡിലാണ്. അതുകൊണ്ട് നമുക്ക് സിറ്റി വ്യൂ ആണ്. വൈകിട്ട് കാണിക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ തിരിച്ച് റൂമിൽ പോട്ടെ. ഈ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. രാവിലെ നീറ്റു. അമ്മു റെഡിയായി, ഞാൻ റെഡി ആയിട്ടില്ലേ. അമ്മു നേരെ എങ്ങോട്ടാ ഗൈസ്? അമ്മു കുറേ ദിവസം വ്ളോഗിലായത് മടിയൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. അമ്മു വർക്കിന് പോവാണ്. ഞാൻ ഇന്ന് തിരിച്ചു പോകും ടു പൂനെ. അപ്പം നമുക്ക് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇതാണ് നമ്മുടെ ഹോട്ടലിലെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അമ്മു ഇപ്പോൾ പോയി. അമ്മൂനെ വണ്ടി കയറ്റാൻ വന്ന ആണ് എൻട്രൻസ്. ഇവിടെ മറ്റേ ഇവൻറ്റ്സൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ഹാളുണ്ട്, അതിൻ്റെ പരിപാടിയാണ് അവിടെ. പിന്നെ ഇവിടെ ഒരു ഡ്രോൺ പൈലറ്റിൻ്റെ എന്താ സാധനം, ഡ്രോൺ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ എൻട്രൻസ്. ഇത് എയർപോർട്ടിൻ്റെ അടുത്താണ്, അവിടെ കാണുന്ന എയർപോർട്ട്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മുംബൈ വ്ളോഗ് ആൻഡ് നമ്മുടെ ഫോൺ എടുക്കുന്ന വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ. അടുത്തത് ഒരു ട്രിപ്പാവും മിക്കവാറും. സോ അടുത്ത വീഡിയോയിൽ കാണാം. കേട്ടാ.